മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെ ഒന്നാമത്തെ പ്രസംഗം ദൈവരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. 10ാമത്തെ അധ്യായം അടുത്തൊരു പില്ലറായി വെക്കുന്നു. എന്താ 10ാമത്തെ അധ്യായത്തിൽ? ഈ ദൈവവചനത്തിന്റെ സന്ദേശം പ്രസംഗിക്കുന്ന മിഷണറിമാരെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ പുസ്തകത്തിന്റെ ഒരു ഏകദേശ രൂപം കിട്ടണം. ഇത് ദൈവരാജ്യത്തെ പറ്റിയാണ് എഴുതുന്നത്. 5 മുതൽ 7 വരെ ദൈവരാജ്യത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷൻ. 10ാമത്തെ അധ്യായത്തിൽ ദൈവവചനം പ്രസംഗിക്കുന്നവരെ മിഷണറിമാരെ കുറിച്ച്. 13ാമത്തെ അധ്യായത്തിൽ 3ാമത്തെ ഒരു പ്രധാന ബ്ലോക്കിൽ ദൈവരാജ്യ സംബന്ധമായിട്ടുള്ള ഉപമകൾ 1, 2, 3 എന്ന് 13ാമത്തെ അധ്യായത്തിൽ ഉപമകൾ വെച്ചിരിക്കുന്നു. 4ാമത്തെ ഒരു പിരിവ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവർ, അവരെ വിളിക്കുന്ന പേരാണ് സഭ. സുവിശേഷങ്ങളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമേ ഈ പദങ്ങൾ 2 പ്രാവശ്യം കാണുവാൻ സാധിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് 18-19 അധ്യായങ്ങളിൽ ദൈവരാജ്യം സഭയായി, കൂടിവരവായി, ദൈവം ഇറങ്ങി വന്ന് ഭരിക്കുന്നവരുടെ കൂട്ടമാണല്ലോ സഭ. ആ കാര്യങ്ങൾ 18-19. മത്തായിയുടെ സുവിശേഷം 24-25 അവസാനത്തെ ആ ബ്ലോക്കിൽ കാണുന്നത് ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ഒരാളിന്റെ ഭാവി പ്രതീക്ഷ എന്താ, അവൻ എന്തിനു വേണ്ടി കാത്തിരിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം. ദൈവരാജ്യത്തിൽ 5 പ്രമേയങ്ങൾ വെക്കാൻ തന്നെ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, യഹൂദന്മാരാണ് കൂടുതലായി ഈ പുസ്തകം മത്തായിയുടെ സുവിശേഷം വായിക്കാൻ പോകുന്നത്. യഹൂദന്മാർക്ക് എല്ലാവർക്കും പഞ്ചയന്ത്രങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങളായി ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങൾ പെന്ററ്റുക്ക് അവരുടെ ഹൃദയത്തിലാണ്. മത്തായി സുവിശേഷം എഴുതുമ്പോൾ ഒരു റീഡിഫൈൻഡ് ആയ, ഇതുവരെ അവർക്ക് പരിചയമില്ലാത്ത ഒരു 5 പുസ്തകങ്ങൾ, പഴയ ഉൽപ്പത്തി പോലെ പ്രധാനമായി നിൽക്കുന്ന ആ 5 പിളർപ്പുകൾ, ബ്ലോക്കുകൾ കയറ്റി വെക്കുന്നു. ഏറ്റവും രസകരമായ രീതി ഈ സുവിശേഷകൻ എഴുതുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 5:1 ഇപ്രകാരമാണ് സുവിശേഷകൻ എഴുതുന്നത്: അവൻ പുരുഷാരത്തെ കണ്ടു, മലമേൽ കയറി അവരോട് സംസാരിക്കുന്നത്. നമുക്ക് മലമേൽ കയറി എന്നൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേകമായി ഒന്നും തോന്നാറില്ല. എന്നാൽ യഹൂദന് മനസ്സിലാകും, അന്ന് മോശ മലമേൽ കയറി ന്യായപ്രമാണം കൊടുത്തതുപോലെ ഇതാ യേശു വേറൊരു മലയിൽ കയറി ദൈവരാജ്യത്തിന്റെ സത്യങ്ങൾ കൈമാറുന്നു. ആ കൈകൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഈ അടിസ്ഥാന കാര്യം എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തെ കുറിച്ചുള്ള അടിസ്ഥാന കാര്യം പോലും പല മനുഷ്യർക്കും അറിയുന്നില്ല. മത്തായി എന്ന സുവിശേഷകൻ വളരെ പെയിനോടെ, വളരെ ഭാരത്തോടെ എഴുതുകയാണ്. ഒരു വലിയ മാറ്റം നടന്നിരിക്കുന്നു. 39 പുസ്തകങ്ങൾ ഇസ്രായേൽ മക്കളുടെ ചരിത്രം പറയുന്നെങ്കിൽ ഇതാ ഒരു പുതിയ തുടക്കം. അവിടെ ഇതാ പഴയ പഞ്ചഗ്രന്ഥങ്ങൾ പോലെ 5 പ്രസംഗങ്ങൾ വെച്ചിരിക്കുന്നു. അവിടത്തെ കേന്ദ്ര ബിന്ദു മോശയല്ല, മോശയേക്കാൾ വലിയവൻ ഇതാ വേറൊരു മലയിൽ നിന്നുകൊണ്ട് അവന്റെ മുഖം സൂര്യ തേജസ് പോലെ, പഴയ നിയമത്തിൽ മോശയുടെ മുഖം തേജസ് പോലെ ആയി തീർന്നതുപോലെ മോശയേക്കാൾ വലിയവൻ, ദേവാലയത്തെക്കാട്ടിൽ വലിയവൻ ഇതാ നമ്മളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള സത്യം കൈമാറാനാണ് ഈ സുവിശേഷം എഴുതിയത്. പക്ഷെ ഇവിടത്തെ പ്രശ്നം, അടിസ്ഥാനപരമായി ഈ ദൈവരാജ്യം, അക്ഷരിക രാജ്യം സാധാരണ വ്യക്തികൾക്ക്, ഈ പറയുന്ന ആത്മീകർക്ക് പോലും മനസ്സിലാകുന്നില്ല. അതിന്റെ കാരണം, ഇപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന അനുഗ്രഹ ശാപ ലക്ഷണങ്ങളെല്ലാം ആവർത്തന പുസ്തകത്തിൽ നിന്നുള്ള ആശയങ്ങളാണ്. ഇപ്പോൾ 31-ാം തീയതി രാത്രിയിൽ പ്രോമിസ് വേഴ്സ് ഒക്കെ എല്ലാവരും എടുത്തെന്ന് ഞാൻ കരുതുകയാണ്. എല്ലാം പഴയ നിയമവുമായി ഇസ്രായേൽ മക്കൾക്ക് അക്ഷരിക രാജ്യത്തിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് അനുഗ്രഹ വാചകങ്ങളാ നമ്മൾ എടുത്ത് ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള പ്രസംഗങ്ങളാണ് കൂടുതലും നടക്കുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ദൈവരാജ്യം സമീപിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു അക്ഷരിക രാജ്യമേ അല്ല. പണ്ട് അതൊരു ദേശത്തിന്റെ അളവിൽ കിടന്നെങ്കിൽ ഇതൊരു ആത്മീക രാജ്യമാണ്. കുറച്ചുകൂടെ പറയാം, പണ്ടുള്ള അനുഗ്രഹങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതും കൈകൾ കൊണ്ട് തൊടുന്നതുമാണെങ്കിൽ
ഇന്നുള്ള അനുഗ്രഹങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതോ കൈകൊണ്ട് തൊടുന്നതോ അല്ല, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു. അതോർത്തൊന്ന് സ്തോത്രം ചെയ്യാമോ? ഇത് പുതിയൊരു രാജാവ് രംഗപ്രവേശനം ചെയ്തെന്നേ, പുതിയ കുറച്ച് നിയമങ്ങൾ കൊടുത്തെന്നേ. 5-ാമത്തെ അധ്യായത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലുള്ള ഒരു ഭക്തനും അത് മനസ്സിലാകാൻ സാധ്യതയില്ല. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ ഇന്നുള്ള പ്രഭാഷകർക്ക് പോലും മനസ്സിലാകുന്നില്ല, പിന്നല്ലേ പഴയ നിയമത്തിലുള്ള ആൾക്കാർക്ക്. ഇത് ബൈബിളിലെ വചനങ്ങളാണ് ഞാൻ പറയുന്നത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, നിലവിളിച്ച് കരയുന്നവർ ഭാഗ്യവാന്മാർ. എന്ത് ഇതൊരു പുതിയ രാജ്യം. ദൈവത്തിന്റെ ഭരണം ഒരാളിൽ വന്നതിന്റെ ലക്ഷണം അവൻ ഉദ്ദേശിക്കുന്ന കാര്യമെല്ലാം നടക്കുന്നതല്ല. ദൈവരാജ്യം ഒരു ഭവനത്തിലോ കുടുംബത്തിലോ വരിക എന്ന് പറഞ്ഞാൽ മണിമാളിക വെക്കുന്നതല്ല, എന്തെങ്കിലും കുറച്ച് സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാക്കുന്നതല്ല. ഈ ലോകത്തെ ഭരിക്കാൻ വരുന്ന രാജാവ് നിന്റെ ഉള്ളിൽ വരുമ്പോൾ ചിന്തകൾ മാറുന്നു, മാനസാന്തരം ഉണ്ടാകുന്നു. ഈ 2020 തുടക്കത്തിൽ ആത്മീയ സന്ദേശം ഞാൻ വിളിച്ചു പറയട്ടെ. ഈ 2020 നമുക്ക് എല്ലാവർക്കും ആവശ്യം കുറച്ചുകൂടെ സമ്പത്തല്ല, നമുക്ക് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. അതിനൊരാമേൻ പറയാമോ? ഈ പുതുവൽ കൺവെൻഷനിൽ 1-ാമത്തെ ദിവസം രാത്രിയിൽ ഈ വചനം ഇവിടെ ഘോഷിക്കുമ്പോൾ കേൾക്കുക. ഈ 2020 മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമുക്ക് കായ്ക്കണം. നമ്മുടെ ചിന്തകൾ മാറ്റപ്പെടണം. ലൗകികരാകാതെ ആത്മീക ചിന്തകൾ നമ്മൾക്കുണ്ടാകണം. ഈ ലോകത്തിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവർ, കാംക്ഷിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ ആകണം. അല്ല, എന്താ അപ്പം പാസ്റ്റർ പറയുന്നത്? ഈ ലോകത്തിൽ അനുഗ്രഹങ്ങളോ ഒന്നും പുതിയ നിയമത്തിൽ ഇല്ലെന്നാണോ? അല്ല, ബൈബിൾ വാക്യം തന്നെ ഞാൻ പറയാം. ദൈവത്തെ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ, പലരും സകലവും എന്ന് പറയും, തെറ്റി. ഇതൊക്കെയും എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കാനുള്ള ആഹാരം, ഉടുക്കുവാനുള്ള വസ്ത്രം. ദൈവരാജ്യത്തിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ തൃപ്തിപ്പെടുക എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവരാജ്യത്തിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അന്യന്റെയും കൂടെ വെട്ടിപ്പിടിക്കുന്ന ദൂത് ദൈവരാജ്യത്തിന്റെ ദൂതല്ല, പൈശാചികമായ ദൂതാണത്. അത് തിരിച്ചറിയുവാൻ ആത്മനിറവുള്ളവർക്ക് കഴിയട്ടെ. നമ്മൾക്ക് ആളിനെ കൂട്ടുന്ന ബിസിനസ് അല്ല ഇവിടെ നടക്കുന്നത്. ദൈവരാജ്യത്തിന്റെ സദ്വർത്തമാനമാണ് ഘോഷിക്കപ്പെടുന്നത്. ദൈവരാജ്യം അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പഴയ നിയമത്തിൽ ഈ അനുഗ്രഹം എല്ലാം പറഞ്ഞിട്ട് മോശ അവസാനം പറയുന്ന കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനും മരണവും വെക്കുന്നു. ജീവൻ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹവും വരും. ഇതുപോലല്ലേ യേശു മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ പറയുക, ഞാൻ നിങ്ങളുടെ മുമ്പിൽ 2 വഴികൾ വെക്കുന്നു, ഒരു വഴി ഇടുക്ക്, ഒരു വഴി വിശാലം. ഇവിടെ അന്ന് മോശ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ ആത്മീക സന്ദേശം കൈമാറുന്ന യേശുവിനെ കാണാൻ നമുക്ക് ഒക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു വല്ലാത്ത പരുവത്തിലാക്കി നമ്മൾ മാറ്റും. അത് ഈ തുടക്കത്തിൽ തന്നെ പറയുവാൻ എനിക്കൊരു നിയോഗമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നോക്കുക, ഈ സുവിശേഷകൻ ഇത്ര യഹൂദന്മാരെ കണക്ട് ചെയ്ത് ഇത് എഴുതുമ്പോൾ അതിന്റെ പിമ്പിൽ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം ചോദിച്ചാൽ, ഏകദേശം AD 70 കഴിഞ്ഞ് ദേവാലയമൊക്കെ നശിപ്പിക്കപ്പെട്ട സമയം കഴിഞ്ഞപ്പോൾ മുതൽ യഹൂദന്മാർക്ക് പൊതുവെ വിശ്വാസികളോട്, ശ്രദ്ധിക്കണം, യേശുവിന്റെ മാർഗക്കാരോട് വല്ലാത്ത പുച്ഛം. എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത്, ഞങ്ങൾ ദേവാലയത്തിൽ പോയി ആരാധിച്ചിരുന്നു, ഞങ്ങൾക്ക് സിനഗോഗുണ്ട്, നിങ്ങൾ ഇരുന്ന് ഭവനത്തിൽ ഇരുന്ന് ആരാധിക്കുന്നു, ഞങ്ങൾക്ക് യാഗമുണ്ട്, യാഗവസ്തുക്കളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്തുണ്ട്? യേശുവിനെ അന്നുള്ളവർ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് അവന്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയതാ, ഉയർത്തെഴുന്നേറ്റമൊന്നും അല്ല. മത്തായി സുവിശേഷം എഴുതുന്നത് സഭയ്ക്ക് നേരെയും യേശുവിന്റെ നേരെയും വന്ന അക്യൂസേഷനെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തെറ്റായ മാർഗക്കാരാ, ഇവർ പറയുന്നതിനകത്തൊന്നും കഴമ്പില്ല. ഈ യേശുവിനെ അനുഗമിച്ച് നടക്കുന്നവർ ഇതൊരു കൾട്ടാണെന്ന് വരെ പഠിപ്പിച്ചവരുണ്ടെന്ന്. അവരെ
ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മത്തായി എഴുതുക. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ എഴുതുക, യേശു എന്നുള്ളത് തച്ചന്റെ മകനായി മാത്രം ചിന്തിക്കരുത്. അവൻ അബ്രഹാമിന്റെ മകൻ, അവൻ ദാവീദിന്റെ മകൻ. ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്ന യേശു ലോകം എന്തും പറയട്ടെ, എന്നാൽ വെളിപ്പാട് കിട്ടിയവർ, കൃപയിൽ തിരിച്ചറിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇവൻ സാധാരണ മനുഷ്യനല്ല, അഖില ചരാചരങ്ങളെ വിട്ട് ഈ ലോകത്തിൽ ഇറങ്ങി വന്ന ദൈവപുത്രനാണ് യേശു. അത് എഴുതാൻ വേണ്ടി പെന്ന് ചലിപ്പിക്കുക. യേശുവിനെ ആൾക്കാർ തിരസ്കരിച്ച് പറയുമ്പോ മത്തായി പറയുക, എനിക്ക് മിണ്ടാതിരിക്കാനൊക്കത്തില്ല. അബ്രഹാമിന്റെ സന്തതി, ദാവീദിന്റെ സന്തതിയായി ജനിച്ച യേശുവിന്റെ സുവിശേഷം, എന്നിട്ട് യേശു ദൈവപുത്രനാണെന്ന് കാണിക്കുക. സഭയെ പിന്തുടർച്ചയായി യഹൂദ മതം കഴിഞ്ഞ് ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഒരു മൂവ്മെന്റായി കാണിക്കുക. ഇവിടാണ് നമ്മുടെ കുറിവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. ഇതാ യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് മുമ്പ്, ആ വലിയ ഇനോഗ്രേഷന് മുമ്പ് യോഹന്നാൻ സ്നാപകൻ രംഗപ്രവേശനം ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനോട് ചോദിച്ചാലും യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പല കാര്യങ്ങൾ പറയാനൊക്കും. യോഹന്നാൻ സ്നാപകൻ സെക്കറിയ പുരോഹിതനും എലിസബത്തിനും വാർദ്ധക്യത്തിൽ ജനിച്ച മകൻ. ശരിയായ ഉത്തരം. യോഹന്നാൻ സ്നാപകനല്ലേ വിളിച്ചു പറഞ്ഞത്, ഞാൻ വളരണം അവൻ കുറയണം? ശരിയായ ഉത്തരം. യോഹന്നാൻ സ്നാപകനല്ലേ ചൂണ്ടിക്കാണിച്ച് വിളിച്ചു പറഞ്ഞത്, ഇതാ സാക്ഷാൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പഠിക്കുമ്പോ വാതോരാതെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് നിയോഗമുണ്ട് ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ. സാധാരണഗതിയിൽ നമ്മൾ കാണാത്ത ഒരു കാര്യം. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യേശു പറയുന്നത് തന്നെ, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനെക്കാട്ടിൽ വലിയവൻ ആരുമില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ നിന്ന് യോഹന്നാൻ സ്നാപകനെക്കാട്ടിൽ വലിയവൻ ആരുമില്ല. ഇത്ര വലിയ ശുശ്രൂഷ ചെയ്ത വ്യക്തിയെ കുറിച്ച് ഞാനൊരു കാര്യം നിങ്ങളെ കാണിക്കാം. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ നോക്കിയേ. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചു. ശ്രദ്ധിക്കണേ, പത്തനാപുരം, പുതുവൽ പ്രദേശങ്ങളിൽ ഈ കൺവെൻഷൻ വന്നിരിക്കുന്ന എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന് വഴിയൊരുക്കുവീൻ. വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ കാണപ്പെട്ടത് എവിടാണെന്ന് അറിയാമോ? മരുഭൂമിയിൽ. ശ്രദ്ധിക്കണം, യെരുശലേമിൽ ശുശ്രൂഷിച്ച ഒരു പിതാവ് ഉണ്ട്, ദേവാലയ സംബന്ധമായ ശുശ്രൂഷ ചെയ്ത ഒരു പിതാവ് ഉണ്ട്. എന്നാൽ ടീനേജറായി ഇരുന്നപ്പോൾ, ഏകദേശം ചിലപ്പോ 13 വയസ്സ് 14 വയസ്സ് ഇരുന്നപ്പോ മരുഭൂമിയിൽ കൊണ്ടുവിട്ട് അവിടെ വളർന്ന യോഹന്നാൻ സ്നാപകൻ. ഞാൻ ചിന്തിക്കുമ്പോൾ ഓർക്കുക, ഈ വാർദ്ധക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ ജനിച്ചു കഴിഞ്ഞപ്പോ ആ പുരോഹിതന്റെ വീട്ടിൽ എത്ര സന്തോഷം, എത്ര ഉല്ലാസം. എന്നാൽ ഈ വനാന്തരത്തിൽ വിൽഡർനെസ്സിലേക്ക് കൊണ്ടുവിടുക എന്ന് പറഞ്ഞാൽ സാധാരണ ബുദ്ധിക്ക് ചേർന്നതല്ല. അല്ല, ഈ വ്യക്തിയുടെ സമർപ്പണം തന്നെ നോക്ക്. ഒരു ടീനേജറായ യോഹന്നാൻ സ്നാപകൻ നടന്ന് വിൽഡർനെസ്സിലേക്ക്, മരുഭൂമിയിലേക്ക് പോകുന്ന ആ ചിത്രം മനസ്സിലൊന്ന് കാണുക. യോഹന്നാനോട് ആരെങ്കിലും ചോദിക്കുക, എത്ര നാൾ അവിടെ ഉണ്ട്, എത്ര നാൾ മരുഭൂമിയിൽ കാണും? ഡോണ്ട് നോ. എത്ര നാൾ വെയിറ്റ് ചെയ്താൽ നീ ദൈവശബ്ദം കേൾക്കും? അറിയുകയില്ല. ഒരു കാര്യം മാത്രം അറിയാം, പ്രവാചകർ വിളിച്ചു പറഞ്ഞിരുന്നു. യെഹെസ്കേൽ വിളിച്ചു പറഞ്ഞു 20-ാമത്തെ അധ്യായം 35-36 വാക്യത്തിൽ, ഞാൻ മുഖാമുഖമായി ഒരു ജനത്തെ മരുഭൂമിയിൽ വെച്ച് കാണും. ഹോശേയ പ്രവാചകനും വിളിച്ചു പറഞ്ഞു 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, ഞാൻ ഹൃദ്യമായി ഒരു കൂട്ടത്തോട് മരുഭൂമിയിൽ സംസാരിക്കും. പ്രവാചകർ വിളിച്ചു പറഞ്ഞു, മരുഭൂമി എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് സ്പേസ് ആണ്. ദൈവം പുതിയത് ചിലത് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് മരുഭൂമി. കൊച്ചിലെ മുതലേ സെക്കറിയ പുരോഹിതൻ പഠിപ്പിച്ചു, യോഹന്നാനെ പഠിപ്പിച്ചു, മകനെ
നീ അല്ല വലിയവൻ, വലിയൊരാൾ വരുന്നുണ്ട്. ആ വലിയ ആളിന്റെ വഴിയൊരുക്കാനുള്ള ചുമതലയാണ് നിനക്കുള്ളത്. നീ മോനെ എന്നെ പോലെ പുരോഹിതനായി ശുശ്രൂഷിക്കേണ്ടവനല്ല. യു മസ്റ്റ് ഗോ ടു ദ വിൽഡർനെസ്. ദൈവം മുഖാമുഖമായി അവിടെ വച്ചാണ് ഇടപെടുന്നത്. ദൈവം ഹൃദ്യമായി അവിടാണ് ഇടപെടുന്നത്. ടീനേജറായ യോഹന്നാൻ സ്നാപകൻ നടന്ന് വിൽഡർനെസ്സിൽ പോയി ഇരിക്കുക. ഉദ്ദേശം ഒരു 15 വർഷം വിൽഡർനെസ്സിൽ ജീവിക്കുക. ഒരു കാര്യം ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും വിളിച്ചു പറയട്ടെ. പത്തനാപുരവും പുതുവലും ഈ പരിസര പ്രദേശങ്ങളും ദൈവമക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും ദൈവഭക്തിയിൽ പേരുകേട്ട സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇതൊരു വലിയ പദവിയായി ഞാൻ കണക്കാക്കുക, നിങ്ങളോട് ദൈവവചനം സംസാരിക്കാൻ കിട്ടിയ അവസരം. എന്നാൽ ഇന്ന് ഈ പുതുവൽ കൺവെൻഷന്റെ 1ാമത്തെ ദിവസം എൻ്റെ ഒരു ആഗ്രഹം ഞാൻ വിളിച്ചു പറയാം. ഈ പത്തനാപുരത്തിനും പരിസര പ്രദേശങ്ങൾക്കും ഇങ്ങനെ കുറെ ദൈവദാസന്മാരെ സമർപ്പിക്കുവാൻ ഒക്കട്ടെ. അവർ യെരുശലേമിലെ കംഫോർട്ടിൽ പിടിച്ചു നിൽക്കാതെ വിൽഡർനെസ്സിൽ കാറ്റടിക്കുമ്പോൾ അവിടെ പതറാതെ നിൽക്കുന്ന കുറെ ശുശ്രൂഷകന്മാർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിനായി വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ സ്നാപകൻ, he positioned himself in the right place. കറക്റ്റ് സ്ഥലത്ത് അവനെ തന്നെ അവൈലബിൾ ആക്കി വെച്ചു. ഇന്നും മാറ്റമില്ല. യേശു ക്രിസ്തുവിന്റെ 2ാം വരവിന് മുന്നോടിയായി വഴി ഒരുക്കാൻ നിൽക്കുന്നവർ ഈ ലോകത്തിലെ കംഫർട്ടിൽ അല്ല നിൽക്കേണ്ടത്. യേശുവിനെ മനസ്സിൽ ധ്യാനിച്ച് അവങ്കൽ മാത്രം കണ്ണുകൾ വെച്ച് വിൽഡർനെസ് എങ്കിൽ വിൽഡർനെസ്, മരുഭൂമി എങ്കിൽ മരുഭൂമി, ഒരു കൂട്ടായ്മയ്ക്ക് പോലും ആളില്ലാതെ വന്നാലും സത്യത്തെ വിട്ട് കൺവിക്ഷനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു ശുശ്രൂഷ നമുക്ക് വേണ്ടേ വേണ്ട. ഈ ലോകമല്ല സക്സസ് അളക്കുന്നത്. ഇന്ന് സക്സസ് അളക്കുന്നതെല്ലാം സംഖ്യയിലാണ്. ഇപ്പൊ വാച്ച് നൈറ്റ് സർവീസ് നടന്നല്ലോ. ഇപ്പോൾ എല്ലാവർക്കും വാച്ച് നൈറ്റ് സർവീസിന്റെ സക്സസ് അളക്കുന്നത് എത്ര പേര് വന്നു. മൈതാനത്തിൽ പോലും കൊള്ളാത്ത ആള്, സ്റ്റേഡിയത്തിൽ നിൽക്കാത്ത ആള്, ഹോളെല്ലാം നിറഞ്ഞു കവിയുന്നു, സ്ക്രീൻ വെക്കുന്നു, ഭയങ്കര ആളല്ല സക്സസിന്റെ ലക്ഷണം കേട്ടോ. ഇതിനെക്കാട്ടിൽ ആള് കൂടുന്ന പല കേന്ദ്രങ്ങളും ഇന്ത്യയിലും കേരളത്തിലും ഉണ്ട്. സത്യത്തെ അനുസരിച്ച് നടക്കുമ്പോൾ ചിലപ്പോൾ ആള് കുറയുകയാ ചെയ്യുന്നതെന്നൊരു സത്യം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം. മരുഭൂമിയിൽ പ്രോത്സാഹിപ്പിക്കാൻ ആള് കാണത്തില്ല. മരുഭൂമിയിൽ വിസിറ്റിംഗ് കാർഡ് തരാൻ ആള് കാണത്തില്ല. മരുഭൂമിയിൽ മറ്റൊരു വലിയ പരിപാടികളും കാണത്തില്ല. എന്നാൽ ദൈവ ശബ്ദത്തിനായി അവിടെ ഒരുങ്ങി നിൽക്കുന്ന ഒരു യോഹന്നാൻ സ്നാപകനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ളവർ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പരിചയിക്കാത്തൊരു കാര്യമാണ് യോഹന്നാൻ സ്നാപകൻ ചെയ്യുന്നത്. അൺകൺവെൻഷനൽ. അവന്റെ വീട്ടിൽ കണ്ട ശുശ്രൂഷ അല്ലത്. അവന്റെ ഡ്രസ് ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ എഴുതിയിരിക്കുന്ന എന്താ നോക്കിക്കേ, 4ാമത്തെ വാക്യം. യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാർ. എന്താ ഭക്ഷണം? വെട്ടുക്കിളി, കാട്ടുതേൻ. ഇതൊക്കെ എന്താ കാണിക്കുന്നതെന്നറിയാം? ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ് കാണിക്കുന്നത് ഹി ഈസ് എ പ്രോഫറ്റ്. പഴയ നിയമത്തിൽ 2 രാജാക്കന്മാർ 1-ാം അധ്യായം 8 എഴുതിയിരിക്കുന്നു, ഒരു വ്യക്തിക്ക് ഈ ഉടുപ്പ് ഉണ്ടായിരുന്നു. ഏലിയ പ്രവാചകന് ഇതേ സാമ്യമായ ഡ്രസ്, ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ്. സെക്കറിയാവ് 13-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് പറയുക, സെക്കറിയാവ് പറയുക, ഇനി കള്ളപ്രവാചകന്മാർ ഈ വേഷം കെട്ടത്തില്ലെന്ന്. എന്ന് പറഞ്ഞാൽ ഈ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പിടുമ്പോഴേ ഇംപ്രഷൻ കൊടുക്കുന്നത് ഞാനൊരു പ്രവാചകനാണെന്നാ. ഉടുപ്പിട്ടാൽ പ്രവാചകനാകത്തില്ല കേട്ടോ. ശൈലി വെച്ചടിച്ചാൽ പ്രവാചകനാകത്തില്ല. പ്രവാചകനാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാം? വായിൽ മാനസാന്തരത്തിന്റെ ദൂതുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, അതൊരു പ്രവാചകനാ. പ്രവാചകനെ തിരിച്ചറിയുന്നത് വരുന്ന വാഹനത്തിലല്ല,
ഇട്ടിരിക്കുന്ന കോട്ടിലല്ല, എത്ര പേർ സഭയിൽ ഉണ്ടെന്നുള്ളതിലല്ല. അവന്റെ നാവിൽ മാനസാന്തരമുണ്ടെങ്കിൽ അവനൊരു പ്രവാചകനോ. മാനസാന്തരത്തിന്റെ ദൂത് പറഞ്ഞാൽ എത്ര പേർക്കാ ഇഷ്ടപ്പെടുന്നത്? മാനസാന്തരത്തിന്റെ ദൂത് പറഞ്ഞാൽ ആൾക്കാർ കൂടുമെന്നാണോ നിങ്ങൾ പറയുന്നത്? യു ട്രൈ ഇറ്റ്. യേശു അത് ട്രൈ ചെയ്ത് കേട്ടോ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോ എല്ലാവർക്കും തൃപ്തി, മഹാ ആനന്ദം. യോഹന്നാന്റെ സുവിശേഷം 6 എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഭയങ്കര വിജയം. യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ വരെ ആഗ്രഹിച്ച് നിൽക്കുമ്പോ അടുത്ത ദിവസം യോഹന്നാൻ 6 എഴുതിയിരിക്കുന്നത് അവര് വള്ളമൊക്കെ കയറി വരിക. യേശു എവിടാ, യേശു എവിടാ? കാരണം ഇന്നും വല്ലം കിട്ടുമല്ലോ, ഇന്നും ഒരു രോഗശാന്തി കിട്ടുമല്ലോ, ഇന്നും ഒരു ആവശ്യമുള്ളത് എന്തെങ്കിലും തരുമല്ലോ. യേശു പറയുക അന്നത്തെ ദിവസം, ബാബാ എല്ലാരും വന്നാട്ടെ, എല്ലാരും വന്നാട്ടെ, എന്നെ ഭക്ഷിക്ക, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മന്നയാ, എന്നെ ഭക്ഷിക്ക, എന്നെ തിന്നാൻ നിങ്ങൾ ജീവിക്കും. എന്താണെന്നറിയാമോ വന്നവരെല്ലാം പറയുന്നേ? ഇത് കഠിന ഉപദേശം, ഇത് കേൾക്കാനല്ല ഞങ്ങൾ കൺവെൻഷന് വന്ന്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല. എന്നാൽ ഓരോ പ്രാവശ്യവും യേശുവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഉള്ളിലെ ഉദ്ദേശം എന്താണെന്ന് പ്രവാചകന് മനസ്സിലാകും. യേശുവാണ് ശുശ്രൂഷയിൽ നമ്മുടെ മാതൃക, ഈ ലോകത്തിൽ കാണുന്ന യാതൊരു വ്യക്തിയുമല്ല. യോഹന്നാന്റെ സുവിശേഷം 6:66 എഴുതിയിരിക്കുന്ന അന്ന് മുതൽ പലരും പിൻവാങ്ങി അവനെ വിട്ടുപോയി, അവനെ പിന്നെ അനുഗമിച്ചില്ല. ഈ പത്തനാപുരത്തും പുതുവലിലും ദൈവം ദൈവസഭകളെ വളർത്തട്ടെ എന്ന എൻ്റെ പ്രാർത്ഥന. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഈ യഥാർത്ഥ സുവിശേഷം പ്രസംഗിച്ചാൽ, മാനസാന്തരത്തിന്റെ സുവിശേഷം വിളിച്ചു പറഞ്ഞാൽ അത് കർണരസകമായി തോന്നുന്നതൊന്നല്ല എന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത്. പക്ഷെ ഇന്ന് വളരെ ഹാസ്യ രൂപത്തിലും ഒരു കഥാപ്രസംഗ മോഡലിൽ ഈ സമർത്ഥ്യയുടെ സുവിശേഷം വിളമ്പുമ്പോൾ അന്ന് പൗലോസ് വിളിച്ചു പറഞ്ഞല്ലേ നടക്കുന്നത്. അന്ത്യകാലത്തിന്റെ ലക്ഷണമാ. മനുഷ്യർ അവരുടെ കർണരസകരമായത് കേൾക്കാൻ വേണ്ടി അനേകരെ അവരുടെ അടുക്കൽ കൊണ്ടുവന്നിരുന്ന് കേൾക്കും. കാരണം നല്ല രസമാണ്. യോഹന്നാൻ സ്നാപകൻ വ്യത്യസ്തൻ. അവനെ അളക്കുന്ന സക്സസ് മെഷറിംഗ് റോഡ് വ്യത്യസ്തൻ. സക്സസിന്റെ ഒരു ഡെഫിനിഷൻ ഞാൻ വിളിച്ചു പറയാം. സക്സസ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ കുറിച്ച് ഏൽപ്പിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് പ്രദമായി നിവർത്തിക്കുവാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് സക്സസ്ഫുൾ മാൻ. സക്സസ്ഫുൾ മാൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ, ദൈവത്തിന്റെ ഹിതമറിഞ്ഞ് അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ. മരുഭൂമിയിൽ നിൽക്കുന്ന യോഹന്നാൻ സ്നാപകൻ, കാരണം അവന് പ്രവചന ദൂതിലൂടെ അറിയാം, യെഹസ്കേലിലൂടെ അറിയാം, ഹോശേയയിലൂടെ അറിയാം, ഇവിടെയാണ് മരുഭൂമി, ഈസ് എ സിഗ്നിഫിക്കന്റ് പ്ലേസ്. അതുകൊണ്ട് അവനെ തന്നെ യെരുശലേമിലെ ഇടപാടുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. എന്നിട്ട് എവിടെയാ അവൻ സ്നാന ശുശ്രൂഷ ചെയ്യുന്നത്? നോക്കിക്കേ, അതിന്റെ 6-ാമത്തെ വാക്യം 5ഉം 6ഉം ഒന്ന് വായിക്കാമോ? അന്ന് യെരൂശലേമ്യരും യഹൂദ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. ഒന്ന് ശ്രദ്ധിച്ചേ, എവിടെയാ? യോർദാൻ നദിയിൽ. എവിടെയാ ഇദ്ദേഹം ശുശ്രൂഷിക്കുന്നത്? മരുഭൂമി. മരുഭൂമിയിൽ എന്താ വന്നത്? ഒരാലോചന കേട്ടത് കൊണ്ട്, അല്ലെങ്കിൽ ഇത് ബുദ്ധിമോശമായി ഇവിടെ വന്നിരിക്കുന്നത്. ഈ യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തുന്നതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമുക്കൊന്നും തോന്നത്തില്ല. നമ്മളിപ്പോ ഈ ഉല്ലാസയാത്രയ്ക്കായി പോകുന്നു, യോർദാൻ സ്നാനം, അവിടുത്തെ കുളത്തിൽ സ്നാനപ്പെട്ട് വരുന്നു, ഇത്രയൊക്കെ നമുക്ക് യോർദാൻ നദി എന്ന് പറയുമ്പോൾ വരത്തുള്ളൂ. എന്നാൽ യഹൂദൻ അങ്ങനെയല്ല. യോർദാൻ നദി എന്ന് പറയുമ്പോൾ അവന്റെ മെമ്മറിയിൽ, അവന്റെ ചിന്തകളിൽ വരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറയാം. 2 രാജാക്കന്മാർ 5 ആ നാമാൻ വന്ന് കുഷ്ഠരോഗം ശുദ്ധമാകുന്ന ആ നദി പോരാ. അത് മാത്രമല്ല, 2 രാജാക്കന്മാർ 2 ഏലിയാവ് ആ അഗ്നിമയമായ തേരിൽ എടുക്കപ്പെട്ട സ്ഥലം. ഓരോ ദിവസവും
യോഹന്നാൻ സ്നാപകൻ ഈ മരുഭൂമിയിൽ യോർദാൻ നദി കണ്ടുകൊണ്ട് അവിടെ നിൽക്കുമ്പോ ഒരുപാട് ഓർമ്മകളുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏലിയ പ്രവാചകൻ ഇങ്ങോട്ട് എടുക്കപ്പെട്ട സ്ഥലം. വേറൊരു പ്രധാന സംഭവമുണ്ട്. മിസ്രൈമെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചുകൊണ്ട് വന്ന് 40 ആണ്ട് അവർ മരുഭൂമിയിലൂടെ ചുറ്റി നടന്ന് അവസാനം യോർദാൻ കടന്നല്ലേ അവർ വാഗ്ദത്ത ഭൂമിയിൽ കയറിയത്. അങ്ങനാണെങ്കിൽ ഈ സ്നാനപ്പെടുത്തുമ്പോ അവിടെ യോഹന്നാൻ സ്നാനപ്പെടുത്തുന്നു, യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തുന്നു. ഈ മുങ്ങിക്കേറുന്നവനൊക്കെ മനസ്സിൽ വരുന്ന ഒരു ആശയമുണ്ട്. എന്താണെന്നറിയാം? ഇതൊരു പുതിയ തുടക്കം ദൈവം തുടങ്ങുകയാണ്. അന്ന് വാഗ്ദത്ത ഭൂമി കേറിയതുപോലെ ദൈവരാജ്യത്തിലേക്ക് കയറുന്ന ഒരു തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. സ്നാനപ്പെടുന്നത് എന്തിനു വേണ്ടിയാ? മാനസാന്തരപ്പെടാതെ സ്നാനപ്പെടുന്നവരുണ്ട്. എങ്ങനെ അറിയാം? ജീവിതം നോക്കിയാൽ മതി, ഒരു മാറ്റവും ഇല്ല. രജിസ്റ്ററിൽ പേര് വന്നു എന്നുള്ളത് ശരിയാ. കർത്തൃമേശയിൽ നിന്ന് ഭാഗവാക്കാകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ കർത്തൃമേശ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഒരു വല്ലാത്ത പ്രയാസം. എല്ലാ ഞായറാഴ്ചയും കർത്തൃമേശ ഉള്ളപ്പോൾ പാസ്റ്റർ പറയുന്നു, ഇനി ഇതിനകത്ത് അനേകർ ഭാഗവാക്കാകാനൊക്കെ ഉണ്ട്. ഇത് കേട്ട് കേട്ട് അവസാനം സ്നാനപ്പെടുന്നവരുണ്ട്. വിവാഹം കഴിക്കാൻ വേണ്ടി സ്നാനപ്പെടുന്നവരുണ്ട്. ഈ കോമൺ കാര്യങ്ങളൊക്കെ മാറ്റ്, വിടുതലിന് വേണ്ടി സ്നാനപ്പെടുന്നവരുണ്ട്. അങ്ങനെ കുറച്ച് കൂട്ടത്തെ ഞാൻ ഈയിടെ പരിചയപ്പെട്ടു. എന്തിനാ സ്നാനപ്പെട്ടത്? വിടുതലിന് വേണ്ടി. ആരോ പറഞ്ഞു ദൈവത്തിന് ഭയങ്കര വിടുതൽ ചെയ്യാനുണ്ട്, ഈ സ്നാനപ്പെട്ട് കേരങ്ങും കൂടെ ചെയ്താൽ മതി, ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടാൻ പോവാ. എന്താ വിടുതൽ? കടബാധ്യം മാറുന്ന ആ വിടുതൽ. ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ അത്യുച്ചത്തിൽ വിളിച്ചു പറയട്ടെ, കടഭാരം മാറാൻ വേണ്ടിയല്ല സ്നാനപ്പെടേണ്ടത്, വീട് വെക്കാൻ വേണ്ടിയല്ല സ്നാനപ്പെടേണ്ടത്, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കാനല്ല സ്നാനപ്പെടേണ്ടത്, കർത്തൃമേശ മുമ്പിൽ വരുമ്പോ തോന്നുന്ന തോന്നല് മാറ്റാനല്ല സ്നാനപ്പെടേണ്ടത്. വിശ്വസിക്കുന്നവൻ യേശുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാൻ സ്നാനപ്പെടണം. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയും, നമ്മൾ യേശുവിനെ ധരിച്ചിരിക്കുന്നുവല്ലോ. റോമാലേഖനം 6 ഭാഷയെ പറഞ്ഞാൽ നമ്മൾ പുതിയ സൃഷ്ടികളായി വന്നുവല്ലോ. ഇതിനകത്ത് സ്നാനപ്പെടാനുള്ള അവസരം കിട്ടിയവർ ഇന്ന് രാത്രി ചിന്തിക്കണം, അതൊരു വലിയ പുറപ്പാടല്ലേ വാസ്തവത്തിൽ നടന്നത്. ഇരുട്ടിന്റെ അന്ധതമസിൽ കൈവച്ച് നടന്ന നമ്മളെ, നരക കവാടങ്ങൾ ലക്ഷ്യമാക്കി നടന്ന നമ്മളെ മാനസാന്തരപ്പെട്ടപ്പോൾ സ്നാനപ്പെട്ട അവനോട് ചേരുവാൻ ദൈവം തന്ന കൃപയ്ക്കായി കൈ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഇതൊന്നും ലാഘവത്തോടെ എടുക്കേണ്ട കാര്യമല്ല. യോഹന്നാൻ ഒരാളെ സ്നാനപ്പെടുത്തുമ്പോ യോർദാൻ മനസ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, വെൽക്കം ടു ദ ന്യൂ എക്സഡസ്. പുത്തൻ തുടക്കത്തിന് വെൽക്കം. നീ മാനസാന്തരപ്പെട്ടു, മുങ്ങിക്കേറിക്കോ. നിന്റെ പൂർവ്വ പിതാക്കന്മാർ ഇത് ക്രോസ് ചെയ്ത വാഗ്ദത്ത ഭൂമി ചെന്നത്. നിന്റെ വാഗ്ദത്ത ഭൂമി ചെല്ലാൻ ചോദിക്കട്ടെ, അവിടെ പ്രശ്നം എന്താ? വാഗ്ദത്ത ഭൂമി ഇന്നും പലരും വാഗ്ദത്ത ഭൂമിയായി ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതിന് കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പിൽ പോയി സന്ദേശം അറിയിച്ചു. ഒരു യങ്സ്റ്ററായ വ്യക്തി എൻ്റെ അടുക്കൽ വന്നു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പം പ്രാർത്ഥിക്കാം. എന്താ കാര്യം? എന്താ പാസ്റ്റർ, എനിക്ക് കുറച്ച് വാഗ്ദത്തങ്ങളുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ വാഗ്ദത്തം എന്ന് ഉദ്ദേശിച്ചത്? എന്നെ കാനഡയിൽ പഠിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 പേര് പറഞ്ഞു പാസ്റ്റർ. ഞാൻ വളരെ സങ്കടകരത്തോട് നോക്കിയിരുന്നു. മോനെ, കാനഡയിൽ പോകുന്നതല്ല വാഗ്ദത്തം. കാനഡയിൽ ആരെങ്കിലും വെച്ച് നിനക്ക് പോകാൻ ഒക്കുന്നെങ്കിൽ പോകട്ടെ. അമേരിക്കയിൽ പോയി ജീവിക്കുവാൻ വല്ല അവസരം ഉണ്ടായി ദൈവം അയക്കുന്നെങ്കിൽ പൊക്കോ. വാഗ്ദത്തം എന്ന് പറയുന്നത് ഈ ഭൗതികമായതൊന്നല്ല. അത് പഴയ നിയമത്തിലേക്ക് പോയി ചിന്തിക്കുന്നത് കൊണ്ട് അങ്ങനെ തോന്നുന്നത്. ഇന്ന് രാത്രി ഈ കൺവെൻഷനിൽ വന്നിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, എല്ലാ വിധത്തിലുള്ള ഭൗതിക ചിന്തകളും മാനസാന്തരത്തിലൂടെ മാറേണ്ടതായിരുന്നു. എന്നാൽ ഈ വചനം കീശയിൽ പിടിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെയും സാക്ഷ്യങ്ങൾ കേട്ടാൽ
ഇപ്പൊ 31-ാം തീയതി രാത്രിയിലത്തെ സാക്ഷ്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പലർക്കും പറയാനുള്ളത് ഭൗതികമായ കുറച്ച് കാര്യങ്ങൾ. ഈ കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടി, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷം ഉദ്ദേശിക്കാത്ത ആ വസ്തുവിന് അഡ്വാൻസ് കൊടുക്കാൻ അവസരം കിട്ടി. കഴിഞ്ഞ ദിവസം ഞാനൊരു മാഗസീൻ, ഏത് മാഗസീനാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അതിനകത്ത് ഞാൻ ഫോട്ടോയും എടുത്തു വെച്ചു. കാരണം പിന്നീടാണെങ്കിലും നോക്കാമല്ലോ. എൻ്റെ ദൈവമേ, ഇത്രയും അധപ്പതിച്ച ആൾക്കാർ. കടഭാരത്തിൽ നിന്ന് വിടുതൽ, സ്തോത്രം. വീട് പുതുക്കി പണിഞ്ഞു, സ്തോത്രം. ഇതൊക്കെയാ വാഗ്ദത്തമായി കരുതി വെച്ചതെങ്കിൽ നമ്മളെക്കാൾ അരിഷ്ട മനുഷ്യർ വേറെ ഇല്ല. ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെക്കുന്ന അനുഭവത്തിൽ നിന്ന് ഇന്ന് രാത്രി ഒരു മാനസാന്തരം ഉണ്ടാകണം. നമ്മൾ സ്നാനപ്പെട്ടത് ഭൗതിക ഒരു കാര്യത്തിന് വേണ്ടി അല്ല. എന്റെ യേശുവിനോട് ചേരുവാൻ, അവനുമായി താതാമ്യപ്പെടുവാൻ ഞാൻ സ്നാനപ്പെട്ടു. സ്നാനപ്പെടാത്തവരായി ആരെങ്കിലും ഈ ശബ്ദ സീമയിലോ ഈ പന്തലിനകത്തോ ഇരിപ്പുണ്ടെങ്കിൽ ഓർക്കണം, ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം, മാനസാന്തരപ്പെടുമ്പോൾ ആ മാനസാന്തരത്തെ പബ്ലിക്കായി ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് സ്നാനം. യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെടുന്നു, അവനെ ധരിക്കുവാൻ സ്നാനപ്പെടുന്നു, കഷ്ടാനുഭവങ്ങൾ, മരണ, അടക്ക, പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാൻ സ്നാനപ്പെടുന്നു. യോഹന്നാൻ ഈ വലിയ ശുശ്രൂഷ ചെയ്യുക, മനുഷ്യൻ നോക്കിയാൽ ഇവനെ പോലെ ഭോഷൻ. അവിടെ വല്ല യെരുശലേമിൽ നിന്ന് വല്ല യാഗത്തിന്റെ പരിപാടി വല്ലതും ചെയ്ത് നടക്കേണ്ടവൻ ഇവൻ എന്നാ പറ്റി, ഈ കൊച്ചൻ എന്നാ പറ്റി? എന്റെ ആഗ്രഹം ഞാൻ പറയുക, പത്തനാപുരത്തു നിന്ന് ഇങ്ങനെ കുറച്ചു പേര് എഴുതേക്കണം. ആൾക്കാർ ചോദിക്കണം, ഇവർക്കൊക്കെ എന്തോ പറ്റി? ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരിലൂടെ ദൈവരാജ്യത്തിന്റെ വഴി വെട്ടാൻ ഒക്കത്തുള്ളൂ. വഴി വെട്ടാൻ വിളിക്കപ്പെട്ടവർക്ക് വഴി അറിഞ്ഞിരിക്കണം. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? വഴി വെട്ടാൻ വിളിക്കപ്പെട്ടവർക്ക് വഴി അറിഞ്ഞിരിക്കണം. ആത്മീക വഴി വെട്ടാതെ എങ്ങനെയാ ദൈവരാജ്യത്തിന്റെ സന്ദേശം പറയുന്നേ? വഴി വെട്ടാൻ യോഹന്നാനെ കുറിച്ചുള്ള വിഴി ഇതാ, മരുഭൂമിയിൽ വഴി ഒരുക്കണം. വഴി ഒരുക്കണ്ടവന് വഴി അറിയത്തില്ലെങ്കിൽ അതിനെക്കാട്ടിൽ ഭയങ്കര സംഭവം എന്താ? ഇന്ന് അങ്ങനെ ഒരു കാലത്തിലാ. വഴിവെട്ടാൻ വിളിക്കപ്പെട്ടവരാണ്. വഴിവെട്ടാൻ വിളിക്കപ്പെട്ടവർക്ക് വഴി അറിയത്തില്ലെങ്കിൽ അത് വലിയ നാശമാ. അത് കുരുടന് വഴി കാട്ടുന്നതിന് തുല്യമാ. ഇനിയൊന്ന് നോക്കിക്കേ, ഈ ആകർഷകമായ വ്യക്തിത്വം ഒന്നുമില്ല. അപ്പൻ സക്കറിയാവ് പോയി, ഇവിടെ മരുഭൂമിയിൽ നിൽക്കുന്നു. അവിടെ വന്ന് നിന്നോണ്ട് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ് ആകർഷകമായി. ഈ വെട്ടുക്കിളി, കാട്ടുതേൻ, ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ലേവ്യ പുസ്തകത്തിൽ അനുവദനീയമായ ഇൻസെക്റ്റ് ആണ് ഈ വെട്ടുക്കിളി. ഇതിനെക്കുറിച്ച് ഈ ബൈബിൾ പഠിക്കുന്നവർ പറഞ്ഞിരിക്കുന്ന ദിസ് ഇസ് ദ ഫുഡ് ഓഫ് ദ പുവറസ്റ്റ് ഓഫ് പുവർ. ഏറ്റവും ദരിദ്രരായവരുടെ ഭക്ഷണമാ ഈ വെട്ടുക്കിളിയും കാട്ടുതേനും. ഇങ്ങനെയുള്ള വല്ല ശുശ്രൂഷകരും ഇന്നുണ്ടെങ്കിൽ ആൾക്കാർ വിളിച്ചു പറയും ഇദ്ദേഹത്തിന് ശാപമാണ്. ആ കാലത്താണ് ഇവിടെ ഇരിക്കുന്നത്. ശാപം തിരിച്ചറിയുന്നത് എന്തോ കഴിക്കുന്നു എന്നുള്ളതിലല്ല കേട്ടോ, ദൈവത്തിന്റെ പദ്ധതിയിൽ നീ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? ഇന്ന് രാത്രി വിളിച്ചു പറയാമോ, കർത്താവേ എന്നെ ഒന്ന് ഉപയോഗിക്കണം. അത് മനുഷ്യന്റെ സർട്ടിഫിക്കറ്റിൽ ഞാൻ പരാജയമാണെങ്കിലും എന്നെ ഒന്ന് ഉപയോഗിക്കണം. എനിക്ക് സ്ഥാനമാനങ്ങൾ ഇല്ലെങ്കിലും എന്നിലൂടെ ദൈവപ്രവൃത്തി ഒന്ന് വെളിപ്പെടുത്തണം. എനിക്ക് വലിയ ടൈറ്റിൽ പറയാനില്ലെങ്കിലും വഴിവെട്ടാൻ എന്നെ ഒന്ന് ഉപയോഗിക്കണം. ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്റെ പ്രാർത്ഥന അതാ, കർത്താവേ എനിക്ക് ടൈറ്റിൽ ഇല്ലെങ്കിലും സ്ഥാനമില്ലെങ്കിലും ഈ ലോകപ്രകാരം ഒരു മഹിമയും പറയാനില്ലെങ്കിലും ഈ വഴിവെട്ടാൻ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. രാവിലെ ഞാൻ ധ്യാനിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം എൻ്റെ അകത്തുനിന്നൊരു നിയോഗമാണ് നിങ്ങളോട് ഇത് വിളിച്ചു പറയാൻ. പത്തനാപുരംകാരിൽ നിന്ന് കുറെ യോഹന്നാൻ സ്നാപകരെ എഴുന്നേക്കണം. മാനസാന്തരത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നവർ. ആകർഷകമായ പേഴ്സണാലിറ്റി ഒന്നും ഇല്ലെങ്കിലും, വലിയ കാര്യങ്ങൾ പറയാനില്ലെങ്കിലും, വന്നിറങ്ങുന്ന വണ്ടിയോ വന്നിറങ്ങുന്ന കാര്യങ്ങളൊന്നും വലുതായിട്ടില്ലെങ്കിലും അവന്റെ മേലൊരു അഭിഷേകം ഇറങ്ങി വന്നാൽ ഈ കേരളത്തെ ചലിപ്പിക്കുന്ന അപ്പോസ്തലന്മാർ, ഈ കേരളത്തിൽ മാനസാന്തരത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നവർ ഈ പന്തലിനകത്ത് എഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കട്ടെ.
യൗവനക്കാരെ നോക്കി അവന് കൊടുക്കേണ്ട മോഹം ലൗകിക മോഹമല്ല. ഇതിനകത്തുള്ള സെക്കറിയാമാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സെക്കറിയാമാരും എലിസബത്തുമാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നീ വലുതാകുമ്പോ യെരുശലേമിലെ മഹാപുരോഹിതനാകണമെന്നല്ല, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നിനക്ക് വനാന്തരത്തിൽ പോകേണ്ട വന്നാലും നീ ഒരു ദൂതുവാഹകനാകണമേ, നീ ഒരു പ്രവാചക ശബ്ദമാകണമേ. അങ്ങനെയുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഇതുപോലൊരു പ്രവൃത്തി 21-ാം നൂറ്റാണ്ടിൽ നടക്കും. ഈ പറയുന്ന മാതാപിതാക്കൾക്കെല്ലാം ഇതുപോലെ ഞാനിങ്ങനെ ഒരു സന്ദേശം കഴിഞ്ഞിടയിൽ ഒരിടത്ത് വിളിച്ചു നിന്ന് പറഞ്ഞപ്പം ആൾക്കാർ പറയുക, മക്കളെ വഴിതെറ്റിക്കല്ലെന്ന്. മക്കളെ വഴിതെറ്റിക്കല്ലേ, വെറുതെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞ് ഞങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കാതെ അവരെവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെന്ന്. ഇത് പറയുന്നവർ പുതിയ വിശ്വാസികളോ ഒന്നുമല്ല. ഇതിനകത്ത് 2-3 തലമുറയായവരുടെ കാഴ്ചപ്പാടിരിക്കുന്നത് യെരുശലേമിൽ ഒരു വീടുണ്ടാക്കി അവിടെ കാൽമേ കാല് വെച്ചിരിക്കുമ്പോ അതാ ദൈവത്തിന്റെ അനുഗ്രഹം എന്നാ. ദൈവത്തിന്റെ അനുഗ്രഹം അളക്കപ്പെടുന്നത് അങ്ങനെയല്ല, ദൈവത്തിന്റെ ഹിതത്തിൽ കാണപ്പെടുമ്പോൾ അനുഗ്രഹം അളക്കപ്പെടുന്നത്. യോഹന്നാൻ സ്നാപകൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ നിന്ന് യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. അതിന്റെ കാരണം അവൻ വലുതെന്തോ ചെയ്തത് കൊണ്ടല്ല, അവൻ കറക്റ്റ് സമയത്ത് കറക്റ്റ് ഇടത്ത് ദൈവ ശബ്ദമായിരുന്നു, അതുകൊണ്ടാ. ഇനി ചിലരുടെ പേടി, പലരുടെയും ഇങ്ങനെയുള്ള ശുശ്രൂഷകരുടെ, എന്നെ ഈ ശബ്ദസീമയിൽ വെളിയിൽ കേൾക്കുന്നവർക്ക് പോലും ഒരു പക്ഷെങ്കിൽ പേടി. പലർക്കും ഇതൊക്കെ സത്യമാണെന്നൊക്കെ അറിയാം, പക്ഷെ പേടി, ഇങ്ങനൊരു ശുശ്രൂഷയിലേക്ക് കാലുവെച്ച ആര് വരും കേൾക്കാൻ? അവിടാണ് 5-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ എനിക്ക് കൊണ്ടുവരാൻ നിയോഗം. നോക്കി 5-ാമത്തെ വാക്യം. അന്ന് യെരൂശലേമ്യരും യഹൂദ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ടു. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണേ. യെരൂശലേമിലുള്ളവർ, യഹൂദ്യ ദേശത്ത് ഇരുകരയിലുള്ള എല്ലാവരും. ആ വാക്ക് ഇതുവരെ അടിവര ഇട്ടിട്ടില്ലെങ്കിൽ ഇതൊക്കെ അടിവര ഇടേണ്ട വാക്കാ. ഞാൻ ആദ്യമേ ഓർപ്പിച്ചല്ലോ, മത്തായി എന്തിനായി സുവിശേഷം എഴുതുന്നത്? യെരൂശലേംകാർക്ക് പൊതുവെ ഒരു പുച്ഛമാണ്. ആരോട്? ഈ യേശുവിന്റെ മാർഗക്കാരോട് ഒരു പുച്ഛം. യെരൂശലേമിൽ ദേവാലയ സമ്പ്രദായവും പുരോഹിതന്മാരും ഒക്കെ വെച്ചോണ്ടിരിക്കുമ്പോ ഇവിടെ കുറച്ചു പേർ യേശു ഞങ്ങളുടെ കർത്താവാന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പുച്ഛം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം ഇവിടെ പരിച്ഛേദന, ഇവിടെ ന്യായപ്രമാണം ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ അവിടെ യേശുവിനെ സ്തുതിച്ച് ആരാധിച്ച് ആത്മനിറവിൽ ജീവിക്കുന്ന കാണുമ്പോൾ അവരുടെ മനസ്സിന് ഇത് പിടിക്കുന്നില്ല. അതുകൊണ്ട് മത്തായി അവിടെ ഇന്റൻഷനലായിട്ട് എഴുതുക, ഈ യോഹന്നാന്റെ പ്രസംഗം കേൾക്കാൻ 2-3 പേര് പൊഴിഞ്ഞല്ല പോയത്. യെരൂശലേമിൽ നിന്നും യഹൂദ ദേശത്തുള്ള സകലമാന പേരും മരുഭൂമിയിൽ യോർദാൻ നദിക്കരികെ വന്നെന്ന് സ്നാനപ്പെടാൻ. എന്നെ ചിന്തിപ്പിച്ച എന്താണെന്നറിയോ? ഇന്നും കുറച്ചു പേര് പറയുന്നുണ്ട്, ബൈബിള് നിങ്ങളെടുത്ത് പ്രസംഗിച്ചാൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തു കളയുന്നു. ബൈബിള് ഞങ്ങൾക്കാ കിട്ടിയത്. ബൈബിള് വേർപെട്ട ദൈവമക്കളുടെ കയ്യിലൊന്നും അല്ല ബൈബിള് കിട്ടിയത്. ഞങ്ങൾ കേസ് കൊടുത്താൽ നിങ്ങൾ അകത്തായി പോകുന്നൊക്കെ ഇപ്പൊ ആൾക്കാർ പറയുന്നത്. നിങ്ങൾക്കാരാ അധികാരം തന്നത്? നിങ്ങൾക്കാരാ അഭിഷേകം തന്നത്? ഞങ്ങളാണ് യഥാർത്ഥ ആൾക്കാർ എന്നാ കുറച്ചു പേര് പറഞ്ഞു വെക്കുന്നത്. കുറച്ച് വേർപെട്ടവരുടെ മനസ്സിലും കൺഫ്യൂഷനും സംശയവുമായി. അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വേറെ എന്തോ ചിന്തിച്ച് സ്നാനപ്പെട്ടത് കൊണ്ടാ, ശരിക്ക് ചിന്തിച്ചില്ല അപ്പം സ്നാനപ്പെട്ടപ്പം, അതുകൊണ്ട് പറ്റിയ പ്രശ്നമാണ്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്നവർ ഇങ്ങനെയുള്ള കാര്യം കേട്ട് പതറാറില്ല. അതിന്റെ കാരണം അന്ന് മുതലേ യെരൂശലേമിൽ നിന്ന് ഒരു ഒഴുക്കുണ്ടായിരുന്നു മരുഭൂമിയിലേക്ക്. ഞാൻ ചിന്തിച്ചത്, എടാ ഈ യെരൂശലേമിൽ ഇല്ലാത്തത് എന്താ ഈ മരുഭൂമിയിലുള്ള? എന്തിനാ ഈ യെരൂശലേമിലുള്ളവരെല്ലാം കൂടി ഈ മരുഭൂമി വരുന്നേ? എന്താണെന്നറിയാമോ? അവിടെ പുരോഹിതനുണ്ട്, ഇവിടെ പ്രവാചകനുണ്ട്, അവിടെ യാഗങ്ങളുണ്ട്, ഇവിടെ കത്തി നിൽക്കുന്ന യാഗവസ്തുക്കളുണ്ട്, അവിടെ മതമുണ്ട്, ഇവിടെ ബന്ധമുണ്ട്.
അവിടെ അക്ഷരത്തിന്റെ ആരാധനയുണ്ട്, ഇവിടെ ആത്മാവിലുള്ള ആരാധനയുണ്ട്. ഓർക്കുന്നുണ്ടോ? കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷം, 20 വർഷം, 30 വർഷം മുമ്പ് ഈ പറയുന്ന കെട്ടുറപ്പുള്ള പല പള്ളികളും ഈ കെട്ടുറപ്പുള്ള പല മാർഗങ്ങളും വിട്ട് മനുഷ്യർ നോക്കിയപ്പോൾ മരുഭൂമി പോവുക അല്ലേ? മനുഷ്യർ നോക്കിയപ്പോ തുള്ളാൻ പോകുകയല്ലേ? ആ നിന്ന കണക്കാക്കാതെ നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ ഒരു കാരണമുണ്ട്. അവിടെ ഇല്ലാത്തത് എന്തോ ഇവിടെ ഉണ്ട്, അവിടെ കിട്ടാത്തത് എന്തോ ഇവിടെ ഉണ്ട്. അവിടെ ഇരിക്കുന്ന പറയുന്നു ന്യായപ്രമാണം ഞങ്ങളുടെ ഇല്ല, ഇന്ന് ബൈബിള് ഞങ്ങളുടെ ഇല്ല എന്ന് പറഞ്ഞ പോലെ അന്ന് പരീശൻ പറഞ്ഞു ന്യായപ്രമാണം ഞങ്ങളുടെ വകയാണ്. യെരുശലേമിൽ ഇരിക്കുന്നതെല്ലാം പറയുന്നത് ഞങ്ങൾക്കേ അധികാരമുള്ളൂ ബൈബിൾ വ്യാഖ്യാനിക്കാൻ. ഇന്നും കുറച്ചു പേര് അങ്ങനെയാ പറയുന്നത്. നിങ്ങൾക്ക് ബൈബിൾ എടുത്ത് തോന്നുമ്പോൾ പറയുന്ന പോലെ ആരാ നിങ്ങൾക്ക് അധികാരം തന്ന വ്യാഖ്യാനിക്കാൻ? ഇതൊന്നും പുതിയ കാര്യങ്ങളൊന്നും അല്ല, ഇത് അന്നേ ഉണ്ടായിരുന്നു. അതിനെ ഖണ്ഡിക്കാനാ മത്തായി സുവിശേഷം തന്നെ എഴുതിയത്. ഇന്ന് ആരും യഹൂദന്മാരെന്ന ആ ജ്യേഷ്ഠവേഷം ആരും ധരിക്കാൻ ശ്രമിക്കരുത്, അത് അന്നേ തള്ളിക്കളഞ്ഞതാ. ഞാൻ പറയുന്ന മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്തു. യഹൂദൻ അന്നേ ഒരു ജ്യേഷ്ഠവേഷം കെട്ടിയതാ. ജാതികളെ നോക്കി പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആരാധിച്ചാൽ ഒന്നും ദൈവമക്കളൊന്നും ആകത്തില്ല, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളൊന്നും ആകത്തില്ല. ഞങ്ങളാ അബ്രഹാമിന്റെ മക്കൾ, ഞങ്ങളാ പരിച്ഛേദനയേറ്റവർ. അവർക്ക് വേണ്ടിയാ പൗലോസ് ലേഖനം എഴുതുന്നത്. എടാ കൊച്ചുങ്ങളെ, കഴിഞ്ഞുപോയ കാലം വിശ്വസിക്കുന്നവർ അബ്രഹാമിന്റെ മക്കളാ. ന്യായപ്രമാണം പിടിച്ചോണ്ടിരുന്നാലാകത്തില്ല, അത് അനുസരിക്കുന്നുണ്ടോ? കുറച്ചിടങ്ങളിൽ നിന്ന് സ്തോത്രം പറയുമ്പോ ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞപ്പോ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ശബ്ദം ഉണ്ടാക്കരുത്, ഇവിടെ പറയുന്നതിന് ആമേൻ ആമേൻ എന്ന് പറയാവുമെന്ന്. അപ്പോൾ നിശ്ചയിച്ചൊരു കൂട്ടം ഞങ്ങൾക്ക് ആത്മാവിലും സത്യത്തിലും ഒന്ന് ആരാധിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോസ്തല പ്രവൃത്തി 2 പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയെന്നേ എഴുതിയിട്ടുള്ളൂ, നിന്നുപോയെന്ന് എഴുതിയിട്ടില്ല. ഇന്നും 21ാം നൂറ്റാണ്ടിലും ആത്മാവൊന്ന് ഇറങ്ങി വരുമ്പോ അത് അന്യഭാഷകളിൽ സംസാരിക്കുമ്പോ അത് ചിലർക്ക് സുഹിക്കുന്നില്ലെങ്കിൽ സുഹിക്കാത്തവർ അവിടെ ഇരിക്കട്ടെ. ഇന്ന് രാത്രി പന്തലിലുള്ളവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. നമ്മളെ തെരഞ്ഞെടുത്തതിനായി സ്തോത്രം. എനിക്കിത് കേൾക്കുമ്പോൾ സന്തോഷമേ വരത്തുള്ളൂ. നമ്മളെ തെരഞ്ഞെടുത്തതിനായി സ്തോത്രം. കാരണം ആദിമസഭ പോയ വഴിയിലായി ഇപ്പൊ നമ്മളും പോകുന്നത്. ആദിമസഭയെ നോക്കി കുറച്ചുപേര് പറഞ്ഞു, നിങ്ങൾക്കാരാ അധികാരം തന്നേ? ഇത് ഇന്ന് നമ്മളെ നോക്കി പറയുന്നു, നിങ്ങൾക്കാരാ അധികാരം തന്നേ? അന്ന് അപ്പോസ്തലന്മാർ അത് കേട്ടപ്പോ അങ്ങോട്ട് ഓടിപ്പോയില്ല, ഞങ്ങൾക്ക് ആ കുരിശ് കയ്യിലോട്ടൊന്ന് തന്നാട്ടെന്ന് പറഞ്ഞില്ല. അവർക്ക് കാര്യം അറിയാം, ഇത് കയ്യിൽ വാങ്ങിക്കാവുന്ന ഒന്നല്ല, ഇത് ഇറങ്ങി വരേണ്ട ഒരു കാര്യമാണ്. ഇത് ഒരുത്തന്റെ മേളിലോട്ട് ഇറങ്ങി വന്നാൽ അവൻ പ്രവാചക ശബ്ദമായി അവിടെ നിൽക്കും. ഈ ശബ്ദത്തെ തടുക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഈ കൺവെൻഷനിൽ ഇനി ആള് വരും, ഇവിടെ ഇനിയും ആൾക്കാർ മാനസാന്തരപ്പെടും. 1-2 പേരിരുന്ന് വിമർശിച്ചാൽ, ഫേസ്ബുക്ക് ലൈവിലൂടെ ഇത് കള്ളമാന്ന് പറഞ്ഞാൽ ഇത് കള്ളമായി തീരത്തില്ല. കാരണം ഇതിനെ രുചിച്ചറിഞ്ഞ കുറച്ച് കൂട്ടരുണ്ട്. അവരുടെ കുടുംബങ്ങളിൽ ആത്മാവ് വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളുണ്ട്. അവരുടെ കയ്യിലൂടെ രോഗസൗഖ്യം നടന്ന കഥകളുണ്ട്. ഭൂതങ്ങൾ അലറിയോടിയ കഥകളുണ്ട്. യെരുശലേമിൽ ഇല്ലാത്ത ചിലത് മരുഭൂമിയിലുണ്ട്. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. പൗരോഹിത്യത്തിന്റെ കൈ നിൽക്കാത്തതുപോലെ ആളിങ്ങോട്ടിങ് ഒഴുകുക. ആരുടെ അടുക്കലാ പോന്നേ? അതിനാ ഞാൻ മുമ്പേ ആദ്യമേ പറഞ്ഞത്, യോഹന്നാൻ സ്നാപകന്മാരില്ലെങ്കിൽ എങ്ങോട്ട് പോയി ഇവരെല്ലാം? ഇന്നാളിൽ ആരോ ചോദിച്ചു, വേണ്ട അന്ന് അന്യഭാഷ മാത്രമല്ലായിരുന്നല്ലോ പെന്തക്കോസ്ത് ദിവസം, എല്ലാവരും അവരുടെ വസ്തുക്കളൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചല്ലോ, ഇപ്പൊ എന്താ ആരും അങ്ങനെ ചെയ്യാത്തെ? ഒരാള് രസകരമായി മറുപടി പറഞ്ഞു, ഇന്നാരെങ്കിലും അങ്ങനെ ചെയ്താൽ വിത്തിൻ നോ സെക്കൻഡ്സ് പണം അവിടെ അപ്രത്യക്ഷമാവും.
അന്ന് അന്യഭാഷ അടയാളത്തോടെ സ്തുതിക്കുക മാത്രമല്ല, എല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അത് ആവശ്യാനുസരണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കൊടുക്കാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. വളരെ സങ്കടകരത്തോട് ഞാനൊരു കാര്യം പറയാം, ഈ ബൈബിൾ പ്രസംഗത്തിലൂടെ ധനികരാകുന്ന ഒരു നീണ്ട നിരയ നമുക്ക് ചുറ്റിനുമുള്ള പ്രഭാഷകർ. ഈ പുസ്തകം ധനികനാകാനുള്ള മാർഗമല്ല, സുവിശേഷ പ്രസംഗം വിറ്റ് കാശുണ്ടാക്കേണ്ട ചരക്കല്ല, ലളിത ജീവിതത്തിലേക്ക് യേശു നമ്മളെ ക്ഷണിക്കുന്നത്. 3-4 കോടിയുടെ വീട് വെച്ച് ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുക എന്ന് പറയുമ്പോ അതിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്, യോഹന്നാൻ സ്നാപകൻ പോലൊരു വ്യക്തി. അതിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളുണ്ട്, യേശു. മനുഷ്യപുത്രന് തല ചായ്പാൻ ഇടമില്ല. അതിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്, പൗലോസ്. ഈ ലോകത്തിൽ എൻ്റെ പുറമേ ഉള്ള മനുഷ്യൻ ഒഴിഞ്ഞു പോകുന്നു, എന്നാൽ അകമേയുള്ള മനുഷ്യൻ പുഷ്ടിപ്പെടുന്നു. ആത്മാർത്ഥ ആഗ്രഹം ഞാൻ വിളിച്ചു പറയാം, അങ്ങനൊരു തലമുറ ഈ സംസ്ഥാനത്ത് എഴുന്നേറ്റാലേ മതിയാവും. പണത്തിനും സ്ഥാനത്തിനും വില വാങ്ങിക്കാൻ ഒക്കാത്തൊരു കൂട്ടം. അങ്ങനെ ഉള്ളപ്പോ ഈ ഒഴുക്ക് കൂടും. വിൽഡർനെസ്സിലേക്ക്, മരുഭൂമിയിലേക്ക്, യെരൂശലേമിൽ നിന്നൊരു ഒഴുക്ക്. തീർന്നില്ല. 7-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 7-ാമത്തെ വാക്യം, ഈ ഒഴുക്കിന്റെ കൂട്ടത്തിൽ ദാ കുറച്ചുപേര് വരുന്നു. 7-ാമത്തെ വാക്യം, തന്റെ സ്നാനത്തിനായി പരീശരും അല്ല, സ്നാനപ്പെടാനാ വന്നെന്ന് എഴുതിയിട്ടില്ല. ഇംഗ്ലീഷിൽ NIV ട്രാൻസ്ലേഷൻ പറയുന്നത്, ബട്ട് വെൻ ഹി സോ മെനി ഓഫ് ദ ഫാരിസീസ് ആൻഡ് സാദുസീസ് കമ്മിങ് ടു വേർ ഹി വാസ് ബാപ്റ്റൈസിങ്, അവൻ സ്നാനപ്പെടുത്തുന്ന സ്ഥലത്തേക്ക് വന്നപ്പോഴതാണ്. സ്നാനപ്പെടാൻ വന്നപ്പോഴെന്നല്ല എഴുതിയിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ സ്നാനപ്പെടാനായിരിക്കാം, പക്ഷെ ദേ ആർ കമ്മിങ് ഒരു വേറെ ഉദ്ദേശത്തോടാണ് വരുന്നത്. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, പരീശനും സദൂക്യനും എന്നുള്ള ഈ രണ്ടൂട് ഒരുമിക്കുന്നത് അപൂർവമായിട്ട് നടക്കത്തുള്ളൂ. വചനം അല്പമെങ്കിലും വചനം സൺഡേ സ്കൂളിൽ പഠിച്ച എല്ലാവർക്കും അറിയാം, ഈ 2 ഗ്രൂപ്പ് 2 ധ്രുവത്തിലുള്ളവരാണ്. പരീശൻ എന്ന് പറഞ്ഞാൽ അവൻ ഉയർപ്പിൽ വിശ്വസിക്കുന്നു, സദൂക്യൻ ഉയർപ്പിൽ വിശ്വസിക്കുന്നില്ല. പരീശൻ ഭൂതങ്ങളിൽ വിശ്വസിക്കുന്നു, സദൂക്യൻ ഭൂതങ്ങളിൽ വിശ്വസിക്കുന്നില്ല. പരീശനും സദൂക്യനും ഒരിക്കലും ഒരുമിച്ച് പോകുന്നവനല്ല, അവരെപ്പോഴും തന്നിൽ തമ്മിൽ വാഗ്വാദമുള്ളവരാ. പരീശൻ എന്ന് പറഞ്ഞാൽ ലീഗലിസത്തിന്റെ ആളാ, അക്ഷരം പ്രതി എല്ലാം അനുസരിക്കണം. സദൂക്യൻ എന്ന് പറഞ്ഞാൽ ലിബറൽ ആളാ, ലീഗലിസ്റ്റ് ആളല്ല, ലിബറൽ ആൾ. ഇപ്പൊ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ പരീശനായിട്ടുള്ളവൻ പറയും, ഓ ഹാൻഡ് കർച്ചീഫിന്റെ കളറ് ബ്ലാക്ക് അല്ലേ, അയ്യോ സ്റ്റേജിൽ കയറില്ല ഇതുകൊണ്ട്, അതാ പരീശൻ, ലീഗലിസം. സദൂക്യൻ പറയും, അതിന് ഷർട്ടിന്റെയും കൂടെ കളർ ബ്ലാക്ക് ആണെന്നല്ല, എന്താ, അതാ സദൂക്യൻ, ലിബറൽ. ഇവൻ രണ്ടുപേരോട് ഒരുമിക്കാന്ന് പറഞ്ഞാൽ മാനുഷിക രീതി നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇവൻ ഒന്നിക്കുക. മത്തായിയുടെ സുവിശേഷം 16:1, 6, 11, 12 ഈ വാക്യങ്ങളിലും അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരിക്കലുമേ കാണത്തുള്ളൂ ഇവർ ഒന്നിക്കുന്നത്. മറ്റെല്ലാ ഇടങ്ങളിലും ഇവർ 2 ഗ്രൂപ്പാ. പരീശൻ ഒരു ഗ്രൂപ്പ്, സദൂക്യൻ വേറൊരു ഗ്രൂപ്പ്. പരീശന്റെ കൂടെ ന്യായശാസ്ത്രികളാണ് ഒരുമിക്കാറുള്ളത്. പരീശനും സദൂക്യനോട് ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന അത് തന്നെയാ. ഇന്നും കുറെ ആൾക്കാർ ഒരുമിക്കുക. നമ്മൾ ഇവരെ നോക്കുമ്പോഴാ ഇവരെങ്ങനെയാടാ ഒരുമിക്കുന്നത്, ഇവരിൽ എന്താ ഒരുമിക്കാനുള്ളത്? ഒരുമിക്കാൻ ഒന്നുമില്ല. അന്ന് പരീശനും സദൂക്യനും ഒരുമിക്കുന്ന പോലുള്ള ഒരുമിക്കല. പക്ഷേ ഇതിനെ ദൂരത്ത് നിന്ന് അറിയുന്ന യോഹന്നാൻ സ്നാപകൻ, പ്രിയ ദൈവജനമേ, ആരും വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഈ വചനമെല്ലാം കൂടെ കേട്ടിട്ട് യോ എനിക്കെന്തോ അബദ്ധം പറ്റി എന്ന് പറഞ്ഞ് തിരിച്ചു പൊക്കളയല്ലേ. ഇങ്ങനെ ഒരുമിക്കൽ കാണുമ്പോഴേ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുക, സർപ്പ സന്തതികളെ. എന്താ ഇങ്ങനെ വിളിക്കാൻ കാര്യം? സർപ്പസന്തതികളെ എന്ന് യോഹന്നാൻ മാത്രമല്ല വിളിച്ചത്. യേശു മത്തായിയുടെ സുവിശേഷത്തിൽ 2 തവണ, മത്തായിയുടെ സുവിശേഷം 12:34 ഇതേ കൂട്ടരെ സർപ്പസന്തതികളെ, 23-ാം അധ്യായം 23-ാം വാക്യം സർപ്പസന്തതികളെ. ഇന്നാരെങ്കിലും സർപ്പസന്തതികളെ എന്ന് വിളിച്ചാൽ പറയും പ്രഭാഷകന് പരിജ്ഞാനമില്ല എന്ന് പറയും. സർപ്പസന്തതികളെ എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്.
ഉള്ളിനെ തിരിച്ചറിഞ്ഞ പ്രവാചകൻ എന്ത് ഉദ്ദേശത്തോടാ നീ ഇവിടെ വന്നതെന്ന് കണ്ടു. മറ്റെല്ലാവരും യെരൂശലേമിൽ നിന്ന് സ്നാനപ്പെടാൻ വേണ്ടി വന്നു. പരീശനും സദൂക്യനും ഒരു പക്ഷെങ്കിൽ അവിടെ വരാൻ കാര്യം മഹാപുരോഹിതൻ അയച്ചിട്ട് വന്നതാ. ചെന്ന് നോയിക്കേ ഇവരുടെ കൂട്ടത്തിൽ എന്താ ഇങ്ങനെ ആള് കൂടാനുള്ള കാര്യം? യെരൂശലേമിൽ ഇപ്പൊ ഓഫറിങ് കുറയുന്നു. ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാവുന്നുണ്ടോ? യെരൂശലേമിൽ ഇപ്പൊ ആളില്ല, അവിടെ ഇപ്പൊ ഓഫറിങ് ഒക്കെ കുറയുക. ചെന്ന് നോയിക്കേ. പരീശനും സദൂക്യനും വന്നിക്കുക. വന്നപ്പോ അവന്റെ മനസ്സിൽ ഒരു കാര്യം മനസ്സിലായി. അവന്റെ മനസ്സിൽ വന്നു, യോഹന്നാൻ നിന്ന് അവിടെ വിളിച്ച് പ്രവചന ദൂത് പറയുക, മാനസാന്തരപ്പെടുവീൻ. പരീശന്റെ സദൂക്യന്റെ ഉള്ളിൽ തോന്നി, എടാ ഇത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ വരുവാനുള്ള കോപത്തിൽ ഇനി നമ്മളുമായി പോകുമോ? അങ്ങനെ യോഹന്നാൻ ശ്രാവകന്റെ അടുക്ക വന്ന് നിൽക്കുക. എന്തിനാ വന്നേന്ന് ചോദിച്ചാൽ ക്രിട്ടിസൈസ് ചെയ്യാൻ വന്നതാ, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വന്നതാ. പക്ഷെ ഇപ്പൊ വന്നൊന്ന് സ്നാനപ്പെട്ട കൊള്ളാമെന്ന് പറഞ്ഞ് നിൽക്കുക. അവനെ വിളിക്കുക, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് തെറ്റി ഒഴിയാൻ നിനക്ക് ബുദ്ധി പറഞ്ഞു തന്നെ ആരാ എന്ന് പറഞ്ഞാൽ, നിനക്കിപ്പോ ഈ സ്നാനപ്പെടാൻ ഒറ്റ വാക്കി പറഞ്ഞ എന്തിനാ നീ ഇങ്ങോട്ട് സ്നാനപ്പെടാൻ വരുന്നതെന്നാ ചോദിക്കുന്നത്. Why did you come here? കേൾക്കണം എല്ലാവരും. പരീശനും സദൂക്യനും സ്നാനമെന്നുള്ളത് ഒരു ഇൻഷുറൻസ് പോലായിരുന്നു, ഫയർ ഇൻഷുറൻസ്. എന്താ ഫയർ ഇൻഷുറൻസ്? വരുവാനുള്ള കോപം. ആ ദിവസം കോപാഗ്നി വീണു പോകരുത്, മുങ്ങിയേക്കാം. ഇന്ന് പലർക്കും സ്നാനവും ഇൻഷുറൻസാണ്. സ്നാനപ്പെട്ടാരും രക്ഷിക്കപ്പെട്ടാരും ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുക, ഫസ്റ്റ് പേജിൽ എഴുതി വെച്ചിരിക്കുക, രക്ഷിക്കപ്പെട്ട ദിവസം, സ്നാനപ്പെട്ട ദിവസം, ഇതെല്ലാം എഴുതി വെച്ചോ. ആ പേജ് വലിച്ചു കീറണ്ട. പക്ഷെ പരീശനും സദൂക്യനും പറ്റിയൊരു മിസ്റ്റേക്കാ. അവൻ ഈ നമ്പർ ഇൻഷുറൻസ് കോപ്പി എടുക്കുന്നത് പോലാണ് എന്നെ ഒന്ന് സ്നാനപ്പെടുത്തി അങ്ങ് വിട്ടേര്. അവിടെ നിന്നോണ്ട് പറയാ, എടാ ഈ മുങ്ങിപ്പൊങ്ങുന്നതല്ല കാര്യം. 8ാമത്തെ വാക്യത്തിൽ പറയുക, ആദ്യം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ചുമ്മാ മുങ്ങിപ്പൊങ്ങി ഇൻഷുറൻസ് എടുക്കുവല്ലിത്, മാനസാന്തരപ്പെടണം നീ. ഇവിടെ അടിപതറി. അടുത്ത വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? അബ്രഹാം 9ാമത്തെ വാക്യത്തിൽ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായി ഉണ്ടെന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് നിരൂപിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ, അവിടെ വന്ന് നിന്നപ്പോ മാനസാന്തരത്തിന്റെ ദൂത് കേട്ടപ്പോ പരീശനും സദൂക്യനും മതി. അവര് ഒരുപക്ഷെ, ഞാൻ എൻ്റെ ഭാവനെ കാണുക, പരീശനും സദൂക്യനും അന്യോന്യം പറയുക, അത് അവനുള്ളത്, മാനസാന്തരം അവനുള്ളത്. ആർക്ക്? ജാതിക്കുള്ളത്. നമുക്ക് ന്യായപ്രമാണമുണ്ട്, നമുക്ക് പരിച്ഛേദനയുണ്ട്, നമുക്ക് പുരോഹിതന്മാരുണ്ട്. ഇറ്റ് ഡസന്റ് അപ്ലൈ ടു അസ്. മാനസാന്തരം എന്നുള്ളത് നമുക്കുള്ളതല്ല. നമുക്ക് അബ്രഹാം പിതാവായിട്ടുണ്ട്, നമുക്ക് മോശ നേതാവായിട്ടുണ്ട്. നമ്മുടെ ഈ സംസ്ഥാനത്തിൽ പൊതുവെ ഭയങ്കര കൂടുതലാണ്. ഒരു 5 മിനിറ്റ് ഒരു പുതിയതായി കാണുന്ന ഒരാളോട് സംസാരിച്ചാൽ 5 മിനിറ്റിനുള്ളിൽ ഒരു 2 ബന്ധങ്ങളെങ്കിലും സ്ഥാപിച്ചിരിക്കും. അവിടുത്തെ വീടിന്റെ 4 വീട് അപ്പുറമായി നമ്മുടെ അമ്മാച്ചന്റെ മോന, അവര് അച്ഛനൊക്കെയാ കേട്ടോ, അല്ലെങ്കിൽ അവര് പാസ്റ്ററൊക്കെയാ കേട്ടോ, 2 ബന്ധങ്ങൾ സ്ഥാപിച്ചിരിക്കുക. ഇങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന പാസ്റ്ററോ പുള്ളിയോ നമ്മുടെ വീട്ടിൽ എപ്പോഴും താമസിക്കും. ഈ വഴി പോയാൽ ഇവിടുന്ന് ഒരു ചായ കുടിക്കാതെ പുള്ളി പോകത്തില്ല. തണ്ട് ഇപ്പോഴും വിളിച്ചേ ഉള്ളൂ, ഫോൺ കണ്ടില്ലേ, ഇപ്പോഴും വിളിച്ചു വെച്ചേ ഉള്ളൂ. ഇങ്ങനെ കുറെ കണക്ഷൻ. നീ കുറെ പാസ്റ്റർമാർ അല്ലെ കുറെ വിടുതൽ ശുശ്രൂഷകർ നമ്മുടെ കൂടാണ്. ഞാനാ എപ്പോഴും, പുള്ളിയുടെ കൂടെ ഞാനാ എപ്പോഴും. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നവരോട് യോഹന്നാൻ സ്നാപകൻ പറയുക, മറ്റുള്ളവർക്ക് ഇത് പറയാനൊക്കത്തില്ല, അത് വേറെ കാര്യം. മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന് പ്രയാസം വരും. യോഹന്നാൻ സ്നാപകൻ അറിയാം താൻ എന്ത് ചെയ്യുന്നു. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുക, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായി ഉണ്ടെന്ന് ഹൃദയം കൊണ്ട് നിരൂപിക്കരുത്, നിങ്ങൾ മാനസാന്തരപ്പെടണം. പത്തനാപുരത്തും പുതുവലിലും ഈ കൺവെൻഷൻ കേൾക്കുന്ന എല്ലാവരുമേ, എന്നെ വേറിട്ട സ്ഥലങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന ഏവരുമേ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഭരണം വരാൻ സമയമായി. നിന്റെ കുടുംബത്തിലേക്ക്, നിന്നിലേക്ക് ദൈവത്തിന്റെ ഭരണം വരാൻ സമയമായി.
പക്ഷെ ഒരു കാര്യമുണ്ട്, മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഇരിക്കുമ്പോൾ ഒന്ന് കൈപൊക്കുന്നതല്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ കുറച്ച് കരയുന്നതല്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ കുറച്ച് പണം കൊടുക്കുന്നതല്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും സഭയിൽ പോകുന്നത് പോലും അല്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിന്, ചിന്തയ്ക്ക് ഉണ്ടാകുന്ന ഒരു രൂപാന്തരം. എന്താ ചിന്തയ്ക്കുണ്ടായ രൂപാന്തരം? ഇവർക്ക് എന്താണെന്നറിയാമോ? അബ്രഹാം ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഇത്രയും നാളും ചിന്തിച്ചു. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളായതുകൊണ്ട് ഈ മാനസാന്തരം ഞങ്ങൾക്ക് വേണ്ടാന്ന് ചിന്തിച്ചു. യോഹന്നാൻ പറയാ, നീ മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സൊന്ന് തിരിഞ്ഞ് നീ ദൈവത്തോട് പറയണം, ഞാൻ ഇന്ന വീട്ടിൽ ജനിച്ചത് കൊണ്ട് ഞാൻ രക്ഷപ്പെടത്തില്ല എന്ന് മനസ്സിലായി. എനിക്ക് മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടിട്ട് എനിക്ക് സ്നാനപ്പെടണം. മാനസാന്തരം എന്ന് പറയുന്നത് കുറച്ച് എക്സ്റ്റേണൽ ചേഞ്ചസ് അല്ല. നാളെ ആരോ പറഞ്ഞ പോലെ 10 ബീഡി വലിക്കുമായിരുന്നു, ഇപ്പൊ 2 വലിക്കത്തുള്ളൂ. നല്ല കൺട്രോളാ, മാനസാന്തരപ്പെട്ടു. അതല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്നത് മീറ്റിങ്ങിന് വന്ന് ഫ്രണ്ട് റോയിൽ ഇരിക്കുന്നതല്ല. മാനസാന്തരം എന്ന് പറയുന്നത് ബൈബിൾ ക്വിസിന് ഫസ്റ്റ് വാങ്ങിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ പരീശന ഏറ്റവും വലിയ മാനസാന്തരപ്പെട്ട ആൾ. യോഹന്നാന്റെ സുവിശേഷം 5:38-39 എഴുതിയിരിക്കുന്നത്, they diligently study scripture. തിരുവചനങ്ങൾ അതുപോലെ പഠിച്ചിരിക്കുന്ന കൂട്ടമാ പരീശൻ. പരീശനും സദൂക്യനും നടന്ന് മുങ്ങണമെന്നുണ്ട്. മുങ്ങാൻ വരുമ്പോ പറയുക, ഇത് ഫയർ ഇൻഷുറൻസ് അല്ല, നീ മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. എന്നിട്ട് പറഞ്ഞ വാക്യം ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യാം. ആ 9-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 9-ാമത്തെ വാക്യം, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഒന്ന് ശ്രദ്ധിച്ചേ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവെന്ന് എന്ന് പറഞ്ഞാൽ ഈ നടന്നു വരുമ്പോ മാനസാന്തരം ഞങ്ങളോട് പറയണ്ട, അവരോട് പറ എന്ന് പറയുന്നത് ഉള്ളം കൊണ്ട് പോലും പറയരുത്. എന്നിട്ട് അടുത്ത വാക്ക്, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉണ്ടാക്കുവാൻ. ശ്രദ്ധിച്ചേ, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉണ്ടാക്കുവാൻ. എന്താ ഇതിന്റെ അർത്ഥം? ചുമ്മാതെ അങ്ങനെ ചിന്തിക്കുമ്പോ പറയും മരുഭൂമിയിൽ ഒത്തിരി കല്ലുണ്ടായിരുന്നത്. അതല്ല ഇതിന്റെ അർത്ഥം. ഇതൊരു മരുഭൂമി, യോർദാൻ. ഈ 2 സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിലെ പ്രധാന 2 സ്ഥലങ്ങളായത്. ഈ കല്ലുകൾ എവിടുന്ന് വന്നു? യോശുവ 4-ാം അധ്യായം 20 മുതൽ 22 വരെ യോശുവയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ യോർദാൻ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ വായിക്കുന്ന ഇപ്രകാരമല്ലേ, യോർദാനിൽ നിന്ന് എടുത്ത 12 കല്ല് യോശുവ ഗിൽഗാലിൽ നാട്ടി. കല്ലുകൾ പ്രതിനിധാനം ചെയ്യുന്നത് 12 ഗോത്രങ്ങൾ, ദൈവം തെരഞ്ഞെടുത്ത ഗോത്രങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലുകളാ കല്ലുകൾ. പിന്നീട് പഴയ നിയമത്തിൽ എവിടാന്നറിയാമോ കല്ലുകൾ കാണുന്നത്? ഈ യോശുവ കഴിഞ്ഞാൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1 രാജാക്കന്മാർ 18-ാമത്തെ അധ്യായം 31-32 ഏലിയാമിനോടുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്നു, നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം 12 കല്ല് എടുത്ത്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, എന്താ യോഹന്നാൻ പറയുന്നത്? ദൈവത്തിന് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഹൃദയം കൊണ്ട് നിരൂപിക്കരുത്. ഈ കല്ലുകളിൽ നിന്ന്. ഏത് കല്ലുകളിൽ നിന്ന്? യോർദാൻ നദി കടന്നപ്പോൾ എടുത്തു വെച്ച 12 കല്ലുകൾ, 12 ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്ത കല്ലുകളില്ലേ, ആ കല്ലുകൾ, ആ ഗോത്രങ്ങൾ, ആ അബ്രഹാമിന്റെ മക്കൾ അവിശ്വസ്തരായി ഇരുന്നാൽ ഈ കല്ലുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആവശ്യമില്ലാതെ ഒരു പുതിയ സമൂഹത്തെ, ജാതികളെ കൊണ്ടുവന്ന് ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന് ചെയ്യാൻ ഒക്കും എന്നാ അവിടെ പറയുന്നത്. ഇന്ന് രാത്രി ഈ പന്തലിൽ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ കർത്താവിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് പ്രബോധിപ്പിക്കട്ടെ. എല്ലാ വർഷവും കൺവെൻഷൻ നടക്കുന്നു. നമ്മൾ വന്ന് അനുഗ്രഹീത സന്ദേശങ്ങൾ കേട്ട് മടങ്ങിപ്പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ ഒരു കാര്യം ഞാൻ വിളിച്ചു ചോദിക്കട്ടെ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നുണ്ടോ? ദൈവസഭയിൽ താങ്കളുടെ സാക്ഷ്യം എങ്ങനെയുണ്ട്?
കുടുംബത്തിൽ താങ്കളുടെ സാക്ഷ്യം എങ്ങനെയുണ്ട്? സമൂഹത്തിൽ താങ്കളുടെ സാക്ഷ്യം എങ്ങനെയുണ്ട്? ഫലം കായ്ക്കുമ്പോൾ സ്വന്തം കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ പറയും, ഞങ്ങളുടെ പപ്പ യഥാർത്ഥ ഒരു ദൈവഭക്തനാ. അയൽവക്കക്കാര് പറയും, സ്നാനപ്പെട്ട് ഇൻഷുറൻസ് എടുത്ത ഒരാളല്ല, ഇദ്ദേഹം മാനസാന്തരപ്പെട്ട ആളാ. സഭയിലുള്ളവർ പറയും, കാണിച്ചു കൊടുത്ത് പറയും, കുഞ്ഞുങ്ങളെ വളർന്നു വരുമ്പം ഈ ബ്രദറിനെ പോലെ, ഈ സിസ്റ്ററെ പോലെ ആകണം. ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പുതുവൽ കൺവെൻഷനിൽ ഒന്നാമത്തെ ദിവസം എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവേൻ. ഒരു ഉള്ളിൽ നിന്നൊരു രൂപാന്തരം ദൈവം തരട്ടെ. മതത്തിന്റെ വേഷങ്ങൾ, എല്ലാ കപട വേഷങ്ങളും ഉരിഞ്ഞു വെച്ച് ഇന്ന് രാത്രി പറയാൻ തയ്യാറാകുമോ? കർത്താവേ, ആ ഭരണത്തിന്റെ സജീവത, സജീവമായി ദൈവം ഭരിക്കുന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വരണമേ. എൻ്റെ ചിന്തകൾക്ക് രൂപാന്തരം വരുത്തണമേ. ഭൗതിക ചിന്തകളിൽ നിന്ന് ആത്മീക ചിന്തകൾ എനിക്ക് നൽകണമേ. ഉയരത്തിലുള്ള ചിന്തകൾ എനിക്ക് നൽകണമേ. കണ്ണുകളെ ഒരു നിമിഷം ദൈവസ്ഥനിൽ അടയ്ക്കാമോ? എല്ലാവരും കണ്ണുകളെ ഒരു നിമിഷം ദൈവസ്ഥനിൽ അടച്ച് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. ഈ ഒന്നാമത്തെ ദിവസം യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിലൂടെയും ആ യെരുശലേം വിട്ട് മരുഭൂമിയിൽ വരുന്നൊരു തലമുറയുടെ ചിത്രവും സവിസ്തരമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിന്റെ മുമ്പിൽ എന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പുനഃപ്രതിഷ്ഠയ്ക്ക് ഈ 2020 ആദ്യ ദിവസങ്ങളിൽ കർത്താവെ, ഈ ഒരു വർഷം എനിക്ക് ദാനമായി നൽകിയാൽ പുതിയ തീരുമാനങ്ങൾ എടുത്ത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം അധികം കൈപ്പാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുന്ന ആരെങ്കിലും ഈ പന്തലിൽ ഉണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഒരു പുതിയ സമർപ്പണം ദൈവത്തിന്റെ മുമ്പിൽ ചെയ്യുവാൻ ഉയർന്ന കരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ 2020 ആദ്യ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഴമായൊരു മാറ്റം നമുക്കും കുടുംബത്തിനും സമൂഹത്തിനും നൽകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദേശത്തെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ ഒരു ശബ്ദമായി ഇരുന്നത് പോലെ ഇന്ന് രാത്രി ഇവിടെ കേൾപ്പിച്ച ദൈവത്തിന്റെ ആലോചനയ്ക്കായി സ്തോത്രം. മാനസാന്തരപ്പെട്ടൊരു കൂട്ടത്തെ ഈ ഹോളിൻ, ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലും ഇതിന് ചുറ്റുവട്ടത്തും വേർതിരിക്കണമേ. മാനസാന്തരപ്പെട്ട് യോഗ്യമായ ഫലം കായ്ക്കുന്ന ഒരു തലമുറ ഈ ദേശത്തു നിന്നും എഴുന്നേൽക്കപ്പെടട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറ, ശുശ്രൂഷ ചെയ്യുന്ന യോഹന്നാൻ സ്നാപകനെ പോലെ ദൈവത്തിന്റെ മുമ്പിൽ പ്രവചന ദൂതുമായി നിൽക്കുന്ന ഒരു സമൂഹത്തെ എഴുന്നേൽപ്പിക്കണമേ. മാനമഹത്വം അങ്ങേക്ക് മാത്രം ഞങ്ങൾക്ക് തരും. യേശുവിൻ നാമത്തിൽ തന്നെ.